ലിൻസി, നീ എന്തായാലും ഒരു ഓഫീസിലാൻ പോണല്ലേ? അപ്പൊ ഫിനാൻസ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാൻ എങ്ങനെയാണ്? ഞാൻ ചെയ്തു കൊടുക്കും. എങ്ങനെയാ? അതിപ്പോ ഇപ്പൊ നമ്മുടെ അടുത്ത് വരുന്ന കസ്റ്റമർ മാത്രല്ലല്ലോ, നമ്മളുടെ അടുത്തുനിന്ന് വണ്ടി എടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരുണ്ടാകും, താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർ ഇപ്പൊ വേറെ ഷോറൂമിൽ പോയിട്ട് വണ്ടി എടുക്കുന്നവരുണ്ടാവും. അപ്പൊ ചിലർക്ക് ഷോറൂമിൽ തന്നെ ഫിനാൻസ് ചെയ്യാനായിട്ട് ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. പുതിയ വണ്ടിയാണോ പഴയ വണ്ടിയാണോ? രണ്ടും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മള് വേണമെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് അറേഞ്ച് ചെയ്ത് നമ്മൾ കൊടുക്കും. പുതിയ വണ്ടിക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കും? ചെയ്തു കൊടുക്കും. ഫിനാൻസ് മാത്രം നീ ചെയ്യുള്ളൂ? ഫിനാൻസും ഇൻഷുറൻസും ഒക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. പുത്തൻ വണ്ടിക്ക് ചെയ്തു കൊടുക്കും. സെക്കൻഡ് ഹാൻഡ് വണ്ടിക്ക് ചെയ്തു കൊടുക്കും. നമ്മൾ ഇത്രയും നാള് നമ്മൾ ഈ ഒരു ഫീൽഡിൽ നിന്നിട്ട് നമ്മൾ ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ള ഒരുപാട് ഹോൾഡ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനായിട്ട് ആർക്കും അങ്ങോട്ട് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോയിട്ടില്ല. അതിന്റെ ആവശ്യം ഇല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാത്ത വള്ളികളിലൊന്നും പോകാറില്ല. അപ്പോൾ നല്ല ഹോൾഡ് നമ്മൾ നല്ല എന്താ പറയാ, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അത് നമുക്ക് വിനിയോഗിക്കാമല്ലോ. ആര് വന്നാലും നീ ഫിനാൻസ് ചെയ്ത് കൊടുക്കും? ആരും എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് എങ്ങനെയാണോ അതുപോലെ ഞാൻ തിരിച്ചവർക്ക്. ഒരു ഉദാഹരണത്തിന് ഒരു പാർട്ടി പോയിട്ട് OLXലെ ഫേസ്ബുക്കിലെ കണ്ടിട്ട് ഒരു വണ്ടി കണ്ട് ഇഷ്ടപ്പെട്ട് അവര് തമ്മിൽ ഡീലായി, അവർക്ക് ഫിനാൻസ് ചെയ്ത് കൊടുക്കണം. അവരെന്നെ സമീപിക്കണേ ഞാൻ ചെയ്തു കൊടുക്കും. അതിനിപ്പോ എന്താ കുഴപ്പം? ചെയ്തു കൊടുക്കും 100%. ചെയ്തു കൊടുക്കും. എന്ന് പറഞ്ഞാല് ഓരോ വണ്ടിക്കും ഓരോ മോഡലൊക്കെ ഉണ്ടല്ലോ. ആ ഒരു മോഡൽ അനുസരിച്ചിട്ട് പഴയ വണ്ടികൾക്ക് കിട്ടില്ല. അത്യാവശ്യം ഒരു 2010 ശേഷമുള്ള വണ്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്തു കൊടുക്കും. 10, 15 ആ ഒരു മോഡലിന് മേലോട്ടുള്ള വണ്ടികൾക്കൊക്കെ ചെയ്തു കൊടുക്കും. ഓക്കെ.